നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര. സംസരസ്വത്യേ നമഃ. ശ്രീഹരയേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാവാച ധിയാ വാ ഭജതി ബദ ജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. സത്വം യത്തൽ പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേവ പുരിതി ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം. തൽ സ്വച്ഛത്വാത് യദച്ഛാദിത പരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാ രമന്തെ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. ശ്രീഹരയേ നമഃ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരൂപേ നിർലീനാനേകമുക്താവലിസുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുത്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകല ഇതി വജഃ ത്വത്കലാസ്വേവ ഭൂമൻ. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാവീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതി അസതി കൽപ്പാവികൽപ്പാദികാലേ. തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ രൂപം. തത്തേ പ്രത്യഗ്രധാരാധരലളിതകലായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം. ലക്ഷ്മീ നിശങ്കലീലാനിലയനമൃതസ്യന്തസന്തോഹം അന്തസ്സിഞ്ചൽ സഞ്ചിന്തകാനാം വപു അനുകലയേ മാരുതാകാരനാഥ. കഷ്ടാത്തെ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹാ ജീവഭാജാം. ഇത്യേവം പൂർവമാലോചിതം അജിത മയാ നൈവമദ്യാഭിജാനേ. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച
പീത്വാ പരമ രസസുധാംഭോധിപൂരേ രമേരൻ നമ്രാണാം സന്നിധൽസേ സതതമപി പുരഃ തൈരനഭ്യർത്ഥിതാനപ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമം അഭിലഷതി വ്യർത്ഥമർത്ഥ്യവ്രജോയം കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാദൈശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോബീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യാഃ ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ ഐശ്വര്യം ശങ്കരാദീശ്വരവിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപി തേ സംഗവാർത്താ തദ്വാതാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഗുരുവായൂരപ്പാ ശരണം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമഃ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ എന്ന് തുടങ്ങണ 4-ാമത്തെ ശ്ലോകം വേദാന്തത്തിനെയും ഭക്തിയെയും ഒരേപോലെ അലട്ടണ ഒരു ചോദ്യമുണ്ട്. അതിന് ഭട്ടതിരി ഉത്തരം കൊടുക്കുകയാണ്. ബ്രഹ്മം നിശ്ചലാണ്, ബ്രഹ്മം പൂർണ്ണമാണ്, ബ്രഹ്മം രണ്ടല്ല അദ്വൈതമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എങ്ങനെയാ പിന്നെ ഈ രൂപമെടുത്ത് നമ്മളെപ്പോലെ തന്നെ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണത്തോടും ഒക്കെ കൂടിയിട്ട് ഈ ലീലകളൊക്കെ ആടണം? അതെങ്ങനെയാ സാധിക്കുക? ബ്രഹ്മത്തിന് എങ്ങനെയാണ് ഒരു രൂപം എടുത്തിട്ട് ഈ അമ്പാടിയിലും ഈ വൃന്ദാവനത്തിലും ഈ ഗുരുവായൂരും ഈ കൽപ്പാത്തിയിലും ഒക്കെ നടക്കാൻ പറ്റുക എന്നാ ചോദിക്കണം. ഒരാളുടെ രൂപത്തിൽ വന്നിട്ട് ഇതൊക്കെ ചെയ്യണ്ടല്ലോ എന്ന് ചോദിക്കണം. അപ്പോൾ തർക്കങ്ങൾ കൊണ്ടൊന്നുമല്ല, ബുദ്ധി കൊണ്ട് തർക്കിച്ചിട്ടൊന്നുമല്ല ഭട്ടതിരി നമുക്ക് പഠിപ്പിച്ചു തരണം. വളരെ വിനയത്തോടെ കാവ്യത്തോടെ അദ്ദേഹം അത് നമുക്ക് മനസ്സിലാക്കി തരും. അദ്ദേഹം പറഞ്ഞെന്താ? ചലനമില്ലാത്തത് അത് മരവിപ്പല്ല, മരവിച്ച് നിൽക്കുകയല്ല, ഉള്ളിൽ യാതൊരുവിധ അസ്വസ്ഥതകളും ഇല്ലാത്ത അവസ്ഥയാണ് ഈ നിഷ്കമ്പേ എന്ന വാക്കുകൊണ്ട് പറഞ്ഞത്. ബ്രഹ്മത്തിന് പുറത്ത് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ബ്രഹ്മത്തിന് മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകണ്ട, ഇള്ളപ്പെടുന്ന ഇല്ലാത്തവിടേക്ക് ഒഴുകണ്ട, ഇളകണ്ട, ആടണ്ട, നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തുവിന് അനക്കണ്ടാവില്ല. അത് കംപ്ലീറ്റാണ്, അതങ്ങനെ നിൽക്കുകയാണ് പ്രപഞ്ചം മുഴുവൻ. അതുകൊണ്ട് അതിന് ചലനമില്ല. എന്താ ബ്രഹ്മം ചലിക്കാത്തതെന്ന് ചോദിച്ചാൽ ചലിക്കാൻ അവിടെ വേറെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിലേ ചലിക്കുള്ളൂ. ചലിക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് നിത്യപൂർണേ, എപ്പോഴും പൂർണ്ണമായിരിക്കണത്. പ്രയത്നിച്ചിട്ട് കഷ്ടപ്പെട്ട് നേടുന്ന പെർഫെക്ഷൻ അല്ല, അതിൻ്റെ സ്വഭാവം പെർഫെക്ഷനാണ്. കപ്പൽ എന്താ വെള്ളത്തിൽ കിടക്കണേ? കപ്പൽ ജനിച്ചത് അങ്ങനെയാണെന്ന് പണ്ട് എഴുതി വയ്ക്കും കുട്ടികൾ, ക്ലാസ്സിൽ എഴുതി വയ്ക്കും. കപ്പൽ ജനിച്ചത് വെള്ളത്തിലാണെന്ന്, അതുകൊണ്ടാണ് കപ്പൽ വെള്ളത്തിൽ അതുമാതിരി എങ്ങനെ ബ്രഹ്മം പൂർണ്ണമായി? കഷ്ടപ്പെട്ട് നേടിയതാണോ പൂർണ്ണത? അല്ല, അതങ്ങനെയാണ് ഉണ്ടായത്. അത് ഉള്ളപ്പോൾ തന്നെ, അതിൻ്റെ ആദിയിൽ തന്നെ അതങ്ങനെയാണ്. അതിപ്പോഴും അങ്ങനെയാണ്, നാളെ അങ്ങനെയായിരിക്കും. അതിൽ നിന്ന് എത്ര എടുത്തു മാറ്റിയാലും വീണ്ടും അത് പൂർണ്ണമായിരിക്കും. അതിൽ എത്ര ചേർത്താലും അത് വീണ്ടും പൂർണ്ണമായിരിക്കും. ആണ് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. സബ്ട്രാക്ട് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും ആഡ് ചെയ്താലും ഒക്കെ പൂർണ്ണം 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 പൂർണ്ണം. ഒരു വ്യത്യാസം. ഹോൾ ഹോൾ ഹോൾ.
അത്രേ വ്യത്യാസമുള്ളൂ, പേര് വ്യത്യാസമാണെന്നേ ഉള്ളൂ, ഒറ്റ വസ്തുവാണ്. ആ വസ്തുവിനെയാണ് പറയണത് നിരവധി പരമാനന്ദ പീയൂഷ രൂപേ, അളവില്ലാത്ത ആനന്ദത്തിൻ്റെ സ്വരൂപത്തോട് കൂടിയിട്ടുള്ള അമൃതത്തിൻ്റെ രൂപമായിട്ടിരിക്കുന്നത്. നിർമ്മല ബ്രഹ്മസിന്ധൗ, പരിശുദ്ധമായിട്ടുള്ള ബ്രഹ്മമാകണ കടല്. ഭട്ടതിരി ഇത് എഴുതുമ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്ന് നമുക്കറിയില്ല. അമ്മാരി എഴുതിയിരിക്കുന്നത് നിർമ്മല ബ്രഹ്മസിന്ധൗ എന്നാണ് പറയുന്നത്. പരിശുദ്ധമായിട്ടുള്ള ബ്രഹ്മസമുദ്രം, അതൊരു കുളമല്ല, തടാകല്ല, തീരങ്ങളേ ഇല്ലാത്തൊരു പരപ്പ്. കുളമോ തടാകം ആവണമെങ്കിൽ അതിന് തീരണ്ടാവണം അല്ലേ, കര, ആ കര ഉണ്ടാവണം. ആ കര ചുറ്റി അതിൻ്റെ നടുക്ക് നിൽക്കുന്ന ജലത്തിനെയാണ് നമ്മൾ തടാകം എന്നൊക്കെ പറയുക. ഈ ബ്രഹ്മസിന്ധു എന്ന് പറഞ്ഞ ബ്രഹ്മക്കടലിന് തീരില്ല. ഇതെവിടെയാണ് ഇതിൻ്റെ അറ്റം എന്നറിയില്ല, ഇതിങ്ങനെ കിടക്കുകയാണ്. നിർമ്മല ബ്രഹ്മസിന്ധൗ നിർലേന അനേക മുക്ത ആവലി സുഭഗതമേ. മുത്തുകൾ സമുദ്രത്തിൽ ഇങ്ങനെ അടിത്തട്ടിൽ മിണ്ടാതെ വെള്ളത്തിൻ്റെ അലയിൽ ഇങ്ങനെ മുത്തുശിപ്പയുടെ ഉള്ളിൽ ഇങ്ങനെ ആ വെള്ളത്തിൻ്റെ അലയിൽ ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ എണ്ണമറ്റ എണ്ണിയാലൊടുങ്ങാത്തത്രയ്ക്കും മുക്തപുരുഷന്മാർ, മോക്ഷം കിട്ടിയിട്ടുള്ള ആത്മാക്കള് അങ്ങയുടെ ചൈതന്യത്തിൻ്റെ അടിത്തട്ടിൽ മുത്തുകളെപ്പോലെ കിടക്കുകയാണെന്ന്. അടിത്തട്ടിൽ ആ കടലിലേക്ക് എടുത്തു ചാടിയവരവരൊക്കെ, ആ കടലിലേക്ക് എടുത്തു ചാടിയിട്ടുള്ള മഹാത്മാക്കളൊക്കെ ഭഗവാനാകണ സമുദ്രത്തിൽ മുത്തുകൾ കിടക്കണത് പോലെ ഇങ്ങനെ അതിൻ്റെ അടിത്തട്ടിൽ മിണ്ടാതെ കിടക്കുകയാണ്, ഭഗവാനിൽ ഇങ്ങനെ വിലയം പ്രാപിച്ച് കിടക്കുകയാണെന്ന്. ഇവിടെ മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടലല്ല, മറിച്ച് സമുദ്രത്തിൽ ലയിച്ച് ചേരലാണ്. നമ്മളൊക്കെ കരയിൽ കിടക്കണ ഒറ്റ ഒറ്റ തുള്ളികളാണ്. നമ്മളെ എടുത്ത് ആരെങ്കിലും വെള്ളത്തിലേക്ക് ഇടുകയോ നമ്മൾ സ്വയം ചാടി സമുദ്രത്തിലേക്ക് വീഴുകയോ ചെയ്താൽ പിന്നെ നമ്മൾ ആ തുള്ളിയാണോ? ആണോ? നമ്മൾ കടലാണ്, നമ്മൾ സമുദ്രമാണ്, നമ്മൾ ബ്രഹ്മായി മാറും. നമുക്ക് പിന്നെ ഞാൻ ആ തുള്ളിയായിരുന്നു എന്നുള്ള ഐഡൻറ്റിറ്റി ഇല്ല. വിലയം പ്രാപിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഒരൊറ്റ ചിന്ത മതി, ഇത് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നാൽ മതി ബ്രഹ്മവിദ്യ ഉറയ്ക്കാൻ, സാക്ഷാത്കാരം വരാൻ. നമ്മളൊരു തുള്ളിയാണെന്നും ഗുരുവായൂരപ്പനാകണ കടലിലേക്ക് അങ്ങോട്ട് എടുത്ത് ചാടുക എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഗുരുവായൂരപ്പനായി, നമ്മൾ മഹാദേവനായി, നമ്മൾ പരാശക്തിയായി. ഏതാണോ ഭാവം ആ ഭാവത്തിൽ ലയിച്ചങ്ങോട്ട് ചേരുക. ഇതാ വേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് തൻ്റെ സ്വന്തം കാഴ്ചപ്പാട് പറഞ്ഞു. ഇത്ര നേരം പറഞ്ഞത് വേദാന്തത്തിൻ്റെ കാഴ്ചപ്പാടാണ്, തൻ്റെ സ്വന്തം കാഴ്ചപ്പാട്. അതാണല്ലോ മഹാത്മാക്കളുടെ, തൻ്റേതായ ഒന്ന് കൂട്ടിച്ചേർത്ത് പറയും. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഭട്ടതിരി നാരായണീയം എഴുതിയത് ഒരു സ്വതന്ത്ര കൃതിയായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ ഭാഗവത വ്യാഖ്യാനമാണ് നാരായണീയം. ഭട്ടതിരിയുടെ ഭാഗവത പ്രഭാഷണമാണ് നാരായണീയം. അതിൻ്റെ പ്രഭാഷണമാണ് നമ്മളിപ്പോൾ നടത്തുന്നത് നമ്മുടെ അല്പബുദ്ധി കൊണ്ട്. ആലോചിച്ച് നോക്കൂ. അപ്പം ഭട്ടതിരി അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കല്ലോലോല്ലാസതുല്യം, എത്ര ബ്യൂട്ടിഫുള്ളാ നോക്കൂ. കല്ലോലം തിരമാലകൾ, ഉല്ലാസതുല്യം. തിരമാലകൾ എങ്ങനെ ഉല്ലാസമായിട്ട് വരുന്നത് പോലെ വിമലതരം സത്വമാഹു തത് ആത്മാ, അങ്ങേയറ്റം നിർമ്മലമായിട്ടുള്ള ആ സത്വഗുണം അങ്ങയുടെ ആത്മാവാണെന്ന് പറയണമെന്ന്. ഇത് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. സത്വഗുണം ബ്രഹ്മത്തിന് പുറത്തുള്ളതല്ല. സമുദ്രത്തിലെ തിരമാലകളെ നമ്മൾ സമുദ്രമല്ല എന്ന് പറയുമോ? തിരമാല തന്നെ, അതും സമുദ്രമാണ്. പക്ഷെ തിരമാല ഉണ്ടാവുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്, നശിച്ചു പോകുന്നുണ്ട്. പുറം ലോകത്തിൽ ജീവനുകൾ ഉണ്ടാവുന്നു, നിലനിൽക്കണു, നശിച്ചു പോകണു. സമുദ്രത്തിന് മാറ്റം വരുന്നില്ല. തിരമാലകൾ, വലിയ തിരമാലയുണ്ട്, കുഞ്ഞു തിരമാലയുണ്ട്. നമ്മുടെ ഉള്ളിൽ അതേപോലെ തന്നെ, നമ്മുടെ ഉള്ളിൽ അതേപോലെ തന്നെ ചിന്തകൾ തിരമാലകൾ പോലെ ഉണ്ടാവുകയും ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. തിരമാലയല്ല, കടലാണ് നമ്മളതെന്ന് മനസ്സിലാക്കിയാൽ മതി, എല്ലാ പ്രശ്നവും തീരും. നാരായണ വാരപ്പ സർവേശ്വര. അപ്പോൾ സമുദ്രത്തിൽ നിന്ന് തിരമാലകൾ വേറിട്ടതല്ലാത്തതുപോലെ ബ്രഹ്മത്തിൻ്റെ സ്വയം പ്രകാശിക്കണ ഭാവം തന്നെയാണ് ഭഗവാന്റെ ഈ രൂപങ്ങളും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുക്കളും എന്ന് ഭഗവാൻ കാണിച്ചു തരികയാണ്. കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ അത് വളരെ നേരത്തെ കാണിച്ചു കൊടുക്കുന്നൊരു ഭാഗം ഏതാ? ഗോവർദ്ധനോദ്ധാരണ, ഗോവർദ്ധന പൂജ. അച്ഛാ, ഗോവർദ്ധനത്തിനെ പൂജിക്കണം, ഇന്ദ്രനെ അല്ല പൂജിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധനത്തിൻ്റെ ദേവന്റെ രൂപത്തിൽ വന്നിട്ട് ആ വെച്ച ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. ഗോവർദ്ധന ലീല ശരിക്കും ഈ തത്വം കാണിച്ചു തരണം. വിമലതരം സത്വമാഹു തത് ആത്മാ. ആത്മാവ് തന്നെയാണ് ഈ കാണാവുന്ന സത്വഗുണ സത്വപ്രധാനമായിട്ടുള്ള ഭഗവാന്റെ ശരീരം എടുത്ത രൂപാവട്ടെ, ദേവകി പ്രസവിച്ച രൂപാവട്ടെ, ഗുരുവായൂരിക്കുന്ന വിഗ്രഹമാവട്ടെ, ഇവിടെ ഇരിക്കുന്ന പെരുമാളുടെ വിഗ്രഹമാവട്ടെ, ഇതൊക്കെ അതുകൊണ്ടാണ്
നമ്മൾ തമിഴ് സമ്പ്രദായത്തിൽ അർച്ചാവതാരം എന്നാ പറയാം. അർച്ചിക്കാൻ വേണ്ടിയിട്ട്, അടിപണിയാൻ വേണ്ടിയിട്ട്, ആരാധിക്കാൻ വേണ്ടിയിട്ടൊരു അവതാരം എടുത്തു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഫോട്ടോ ആണെങ്കിലും ഒരു ചിത്രപടത്തിൽ ഒരു ഫോട്ടോയിലാണെങ്കിലും ഒരു പ്രതിമയിലാണെങ്കിലും ഇതൊക്കെ ഭഗവാൻ അവതരിച്ചിരിക്കുകയാണ്, ഒരു രൂപമെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഗൗരവത്തോടു കൂടി കാണണം. അതിനെ കൊണ്ടുപോയിട്ട് പുഴയുടെ അവിടെ കൊണ്ടുപോയിട്ടരുത്. അപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിക്കും, ഒഴുക്കുക. നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ, സമുദ്രത്തിലോ അല്ലെങ്കിൽ നല്ല പുഴയിലോ ജലത്തിൽ സമാധിയാക്കുക, ജലസമാധി കൊടുക്കുക. അതിന് അത് ഉടനെ എടുക്കരുത്. പൂജാമുറിയിൽ വിളക്ക് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ എടുത്തുകൊണ്ട് പോയിട്ട് കളയരുത്. കുറഞ്ഞത് 6 മാസം തുണിയിൽ കെട്ടി പൂജാമുറി തന്നെ വെക്കണം, അഗ്നി തട്ടാതെ. അപ്പോൾ ചൈതന്യം പോവും കുറേശ്ശായിട്ട്. ആ ജഡാവസ്ഥ എത്തിച്ചിട്ടേ കളയാവും, അല്ലെങ്കിൽ കളഞ്ഞാൽ ശ്വാസം മുട്ടും. ഈ വിഗ്രഹമൊക്കെ എടുത്തിട്ട് ഹാൻഡ് ബാഗിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടിട്ട് നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചിലരുണ്ട് ഉണ്ണിയെ കൊണ്ടു നടക്കും എല്ലാവിടെയും, അതും ശ്വാസം മുട്ടിയിട്ട് ഒരു അവസ്ഥയാവും. നമ്മളതിൽ ഭഗവാനെ കാണുന്നുണ്ടെങ്കിൽ അതിൽ പ്രാണനുണ്ട്. അതുകൊണ്ട് കർച്ചീഫിൽ പൊതിഞ്ഞിട്ട് ഒന്നും കൊണ്ടു നടക്കരുത്. അതിന് ദ്വാരങ്ങളുള്ള ചെറിയ ബോക്സോ വല്ലതും മേടിക്കുക, കൂട്ടിയിടിക്കാതിരിക്കാൻ, തട്ടിയിട്ട് വേദനിക്കാതിരിക്കാനുള്ള ഒരു കിടക്ക പോലെ എന്തെങ്കിലും ഉണ്ടാക്കുക. ശ്വാസം കിട്ടണം. അല്ലെങ്കിൽ പിന്നെ അതിൽ ഭഗവാനെ സങ്കല്പിക്കരുത്. നമ്മുടെ ഇഷ്ടമുള്ളപ്പോൾ മാത്രം സങ്കല്പിക്കുകയും അത് കഴിഞ്ഞ് അതിനൊരു ഓബ്ജക്റ്റായിട്ട് ചെയ്യുകയും ചെയ്താൽ ഭയങ്കര അപകടം. അതേപോലെ അതിനുശേഷം ഈ ഗുണകർമ്മതത്വം ഒക്കെ വിശകലനം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇതിലും. അതൊന്നും പോകുന്നില്ല. അത്ഭുതം നിറഞ്ഞിട്ടുള്ള ശാന്തരസം, ഭക്തിയിലെ ശാന്തഭാവമാണ് ഇവിടെ. യാചനയല്ല, ഭഗവാനെ വളരെ വിസ്മയത്തോട് കൂടിയിട്ട് ആദരവോട് കൂടി നോക്കുകയാണ്. ഈ നിരാകാരമായിട്ടുള്ള വസ്തുവല്ലേ ഈ രൂപത്തിൽ നിൽക്കണത് എന്ന് സ്വയം ആലോചിക്കുകയാണ്. അനന്തമായിട്ടുള്ളൊരു കടലിൻ്റെ തീരത്ത് വന്നിട്ട് ഒറ്റയ്ക്ക് നമ്മൾ ആ കടലിനെ നോക്കി നിൽക്കുമ്പോൾ നമുക്കൊരനുഭവമുണ്ട്. ഒരിളം കാറ്റടിക്കുന്നുണ്ട്, ആ തിരമാലകളുടെ ശബ്ദമുണ്ട്, വേറെ ആരും നമ്മളെ ശല്യപ്പെടുത്താനില്ല. അങ്ങനെ നമ്മൾ ആ കടലിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എങ്ങനെ നിൽക്കുമോ അതുപോലെ വേണം ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിൽക്കാൻ. ഗുരുവായൂരപ്പൻ ആ കടലാ. അപ്പം നമ്മളെ ചുറ്റുമുള്ള ബഹളങ്ങളൊക്കെ മാറൂ മാറൂ എന്നുള്ളതൊക്കെ പോവും. അവിടെ മാറൂ മാറൂ എന്ന് ഒന്ന് മാറ്, ഇനിയെങ്കിലും ഒന്ന് നന്നാവ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അവിടെ വിളിച്ചു പറയുമല്ലോ സെക്യൂരിറ്റിക്കാർ, മാറൂ 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 എന്ന്. അവർ പറഞ്ഞത് വെച്ചാൽ ഇനിയെങ്കിലും ഒന്ന് മാറ്, എന്തായാലും ഇങ്ങനെയൊക്കെ ജീവിച്ചില്ലേ, ഇനിയെങ്കിലും ഒന്ന് മാറ്, ഇനിയെങ്കിലും ഒന്ന് മാറ് എന്ന് ഭഗവാൻ പറയിപ്പിക്കണമായിട്ട് വിചാരിച്ചാൽ മതി. അപ്പം പിന്നെ ആ പ്രശ്നമില്ല, ഈഗോ കുത്തില്ല. ചിലരുണ്ട് എന്താ തള്ളണത്, ഞാൻ തൊഴട്ടെ എന്നൊക്കെ പറഞ്ഞല്ലേ, ആകെ ബഹളായിരിക്കും, ആകെ ബഹളായിരിക്കും, വെല്ലുവിളിക്കും ഭഗവാന്റെ മുന്നിൽ നിന്ന്. നമ്മളെ അവിടെ ദ്രോഹിക്കുന്ന ഓരോരുത്തരും നമ്മുടെ അത്രയും കർമ്മം ഏറ്റെടുത്തുകൊണ്ട് പോവുകയാണെന്ന് ചിന്തിച്ചാൽ മതി. അവസാനിച്ചു. എൻ്റെ അടുത്ത് ഞാനിത് ഏതോ ഒരു 1-2 പ്രഭാഷണങ്ങൾ അടുപ്പിച്ച് കുറച്ച് കാലം പറയുമായിരുന്നു. അതിനുശേഷം ഒരിക്കൽ കണ്ടപ്പോൾ ഗുരുവായൂർ ഒരു സീനിയർ കാവക്കാരൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ശരത് സാർ ഈ ചതി ഞങ്ങളോട് ചെയ്യരുത്, ഞങ്ങൾ പിടിച്ചു മാറ്റുമ്പോൾ ഇപ്പം ആൾക്കാർ തൊഴുതിട്ട് സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സന്തോഷം പറഞ്ഞു വെച്ചപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളുടെ കർമ്മം എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ അത് അധികം അങ്ങനെ പറയാറില്ല. അതുകൊണ്ട് എപ്പോഴും പറയും, ഒരു ജ്ഞാനിക്കത് കൂടുതലാണ്. നമ്മൾ സാധാരണക്കാരനാണെങ്കിലും ലോകത്തിൽ പുറത്തിരുന്ന് 1 വർഷം കൊണ്ട് അനുഭവിക്കുന്നത് 1 ദിവസം ക്ഷേത്രാങ്കണത്തിലിരുന്ന് അനുഭവിച്ചു തീരുന്നു. അതുകൊണ്ട് അനുഭവിക്കണം. ഒരു തീർത്ഥാടനത്തിന് പോകുമ്പോൾ, ഒരു ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ വിഷമം വരുന്നുണ്ടെങ്കിൽ ഉള്ളിൽ അങ്ങോട്ട് സന്തോഷിക്കുക, പക്ഷെ പുറമെ കാണിക്കരുത്. പുറത്ത് കരഞ്ഞോളൂ, അകത്ത് സന്തോഷിക്കുക. ഭഗവാനെ എന്നെ ശുദ്ധാക്കി തരണ്ടല്ലോ, എന്നെ ശുദ്ധാക്കി തരണ്ടല്ലോ, ഇത്രയും തീർത്ത് തരണ്ടല്ലോ എന്ന് ആലോചിക്കുക. ഞാൻ ചില അമ്മമാരൊക്കെ വന്നിട്ട് സങ്കടം പറയുക, കുട്ടി വൃന്ദാവനത്തിലേക്ക് ആശിച്ച് പോയതാണ്, അവിടെ ചെന്ന് ഗോവർദ്ധന പരിക്രമണം പോകാൻ സമയത്തേക്ക് കാല് മസിൽ പിടിച്ചു. കാരണം എല്ലാവരും 60-70 വയസ്സായിട്ടാണല്ലോ ഇതിനൊക്കെ പോണത്, ആരോഗ്യമുള്ള കാലത്ത് പോയില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് പോയതുകൊണ്ട് പിടിച്ചു, പനി വന്നു, പരിക്രമണത്തിന് പോകാൻ പറ്റിയില്ല, ഞാൻ മുറിയിൽ കിടന്നു, ഒന്നും സാധിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയും, അമ്മേ നിങ്ങൾ ഭാഗ്യവതിയാണ്, നിങ്ങളുടെ കർമ്മം അവിടെ കത്തി. മാത്രമല്ല നിങ്ങൾ ആ സമയം കൊണ്ട് ആ ഗോവർദ്ധനത്തിനെ മനസ്സുകൊണ്ട് എത്ര തവണ പരിക്രമണം ചെയ്തു, എത്ര നാമം ജപിച്ചു. അവിടെ പോയവർ അപ്പോഴും ഫോട്ടോ എടുത്തിട്ടും ഫേസ്ബുക്കിൽ ഇട്ടിട്ടും ലോലോ എന്ന് വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞിട്ട് ഗോവർദ്ധനത്തിൻ്റെ ചുറ്റും നടന്നിട്ടുണ്ടാവില്ലേ? അങ്ങനെയല്ലേ ഗിരിവലം നടത്തിയിട്ടുണ്ടാവുക 99% പേരും. അതുകൊണ്ട് ഇവിടെ ആരാണോ ശരീരം കൊണ്ട് തടവിലാക്കപ്പെടുന്നത് അവൻ ഭാഗ്യവാനാണ് ശരിക്കും. കാരണം മനസ്സുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അപ്പോഴാണ് മനസ്സിലാവുക. അതുവരെ നമുക്ക് മനസ്സിൻ്റെ ശക്തി മനസ്സിലാവില്ല എന്നാണ് പറയുക. അപ്പം അതുകൊണ്ട് അനന്തമായിട്ടുള്ള ആ സമുദ്രത്തിനെ, ഭഗവാനെ നോക്കി നിൽക്കുന്ന ഒരാൾക്ക് എന്തൊരനുഭവം ഉണ്ടാവുമോ ആ അനുഭവം ഈ ശ്ലോകം ചൊല്ലുന്നത് കൊണ്ടുണ്ടാവും. അവിടെ ഭഗവാന്റെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്,
എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ ഇഷ്ടപ്പെട്ട വാക്കാണ് ഭൂമൻ, ഭൂമാവ്. ആരാ ഭൂമാവ്? സന്താനഗോപാലത്തിൽ ഭഗവാൻ അർജുനെയും കൊണ്ടുപോയിട്ട് അവസാനം വൈകുണ്ഠവാതിലുകൾ തുറന്നു ചെല്ലുമ്പോൾ ആ കുട്ടികളോട് കൂടിയിട്ട് ഇങ്ങനെ കിടക്കണ ഒരാളെ കാണുന്നുണ്ട്. അതാണ് ഭൂമാവ്. ഭൂമാവ് വെച്ചാൽ വിശ്വം മുഴുവൻ വ്യാപിച്ചവൻ എന്നർത്ഥം. നാരായണൻ, ആദിനാരായണൻ ആണ് ഭൂമാവ്. കേരളത്തിലൊരൊറ്റ പ്രതിഷ്ഠയുള്ളൂ, തൃപ്പൂണിത്തുറയിൽ. പൂർണ്ണത്രയീശൻ ഭൂമാവാണ്. പൂർണ്ണത്രയീശൻ ഭൂമാവാണ്. ആ ഭൂമൻ, ഹേ വിശ്വവ്യാപിയായിട്ടുള്ളവനെ എന്നങ്ങോട്ട് വിളിക്കണം, ഉള്ളു ചുട്ടങ്ങോട്ട് വിളിക്കണം. ഭൂമൻ എന്നാ വിളിക്കണത് ഭഗവാൻ. പുകഴ്ത്തലല്ല, അത് തിരിച്ചറിഞ്ഞിട്ട് വിളിക്കണം. അർജുനൻ വിളിച്ച പോലെയാണ് ഭട്ടതിരി വിളിക്കണത്. അർജുനൻ ഭഗവാനെ കൃഷ്ണൻ കൂട്ടിക്കൊണ്ടുപോയിട്ട് കൃഷ്ണന്റെ ഈ ലൗകിക സ്വരൂപത്തിൽ നിന്ന് ആ ബ്രഹ്മാണ്ഡ സ്വരൂപം അവിടെ കാണുകയാണ്. പിണ്ഡാണ്ഡത്തിലുള്ള ഭഗവാന്റെ ദേവകി പ്രസവിച്ച രൂപമാണ് തേര് തെളിച്ച് അവിടം വരെ എത്തിച്ച്. അതായത് രൂപത്തിൻ്റെ ഉപാസനയിൽ നമ്മൾ ഭഗവാന്റെ രൂപത്തിൻ്റെ കൈപിടിച്ച് ആ രൂപം നമ്മളെ തേര് തെളിച്ച് വൈകുണ്ഠത്തിൻ്റെ വാതിൽ കടത്തി കൊണ്ടുപോകുമ്പോൾ അവിടെ കാണാമെന്ന് ശരിക്കുള്ള ആളെ. ഇതാണ് സന്താനഗോപാലൻ കഥ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സന്താനഗോപാലൻ കഥ കുട്ടികളുണ്ടാവാൻ വേണ്ടിയുള്ള കഥയല്ല, ബ്രഹ്മാകാര വൃത്തിയാണിത്. മനുഷ്യൻ ഓരോ നിമിഷവും ബ്രഹ്മത്തിനോട് ചേർന്ന് നിൽക്കുന്ന സമയം ഒരു ബ്രാഹ്മണക്കുട്ടി ജനിക്കുന്നു. അത് ഭൂമിയിൽ വീണാൽ കാണാണ്ടായിപ്പോയി, അല്ലെങ്കിൽ മരിച്ചുപോയി എന്നാണ് പറയണത്. അതായത് ലൗകികം സ്പർശിച്ചാൽ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ചിന്ത നശിച്ചു. അത് സ്വയമേവ നേരാക്കാൻ പറ്റുന്ന സാധകം വിചാരിക്കണു. അത് അർജുനന്റെ അഹങ്കാരം. പറ്റില്ല എന്ന് കാണുമ്പോൾ സാധനയിൽ നശിച്ചു ഞാൻ എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ പോണു. ഭഗവാൻ വരണു, കൈ പിടിക്കണു, വാ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് കൊണ്ടുപോകണു. അതുകൊണ്ട് ഭഗവാന്റെ അടുത്തെത്താനും ഭഗവാന്റെ കൈ പിടിക്കണം. അങ്ങനെ ലോകാലോക പർവ്വതം കടക്കുമ്പോൾ ഇരുട്ട് വരും. സാധനയുടെ തുടക്കകാലത്തൊക്കെ വെറും ഇരുട്ടായിരിക്കും. അപ്പം ഒരൊറ്റ വഴിവിളക്കേ ഉള്ളൂ. എല്ലാറ്റിലും ഈശ്വരനെ കാണുക, സമ്യക്കായി ദർശിക്കുക. സുദർശനം പോവും മുന്നിൽ. അതാണ് സുദർശനം അയക്കണത്. അപ്പോഴാണ് ലോകാലോക പർവ്വതം. കുതിരകൾ പോലും വരണ്ടു എന്നാ പറയണല്ലേ, ഇന്ദ്രിയങ്ങൾ പോലും വരണ്ടു പോവും. യോഗവിദ്യ അഭ്യസിക്കുമ്പോൾ ആദ്യകാലത്ത് നമുക്ക് സഹിക്കില്ല. ചിലപ്പോൾ ശരീരത്തിൽ ഭയങ്കര ചൂട് വർദ്ധിക്കും, ചിലപ്പോൾ കൊടും തണുപ്പ് വർദ്ധിക്കും, ശരീരം കോച്ചി വലിക്കും. പലതരത്തിലുള്ള അനുഭവങ്ങൾ ഇന്ദ്രിയങ്ങളുണ്ടാക്കാണ്. കുതിരകൾ വിറച്ചു, ബലാഹകം പുഷ്പകമൊക്കെ വരണ്ടു എന്നൊക്കെ പറയണതാണ്. അപ്പം ഭഗവാൻ എന്താ ചെയ്യണം? സുദർശനത്തിനെ അയക്കണു. നമ്മുടെ വിചാരം അതൊരു യന്ത്രം, ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കറങ്ങി കറങ്ങി ഫ്രണ്ടിൽ പോകണമെന്നാണ്, പൈലറ്റ് വണ്ടി പോണ വരി. അത് പൈലറ്റ് വണ്ടിയല്ല. എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണാൻ എന്തൊരു കാഴ്ചപ്പാട് സഹായിക്കുന്നോ അതാണ് സുദർശനം. സുദർശനം, സമ്യക്കായ ദർശനം. ആ കാഴ്ചപ്പാടോടുകൂടി എല്ലാം ഭഗവാനാണ്, എല്ലാം ഭഗവാൻ, തൂണിലും തുരുമ്പിലും അവൻ ഇരിക്കണമെന്ന് പ്രഹ്ലാദസ്വാമി പറഞ്ഞത് പ്രാവർത്തികമാക്കി കൊണ്ടുവരണ കാഴ്ചപ്പാടോടുകൂടി പോകുമ്പോൾ വീണ്ടും മനസ്സ് വിറയ്ക്കാൻ തുടങ്ങും. സാക്ഷാത്കാരം കിട്ടാൻ തുടങ്ങുമ്പോഴും കയ്യും കാലും വിറയ്ക്കും. അതാണ് അർജുനൻ ഭയന്ന് ഭഗവാനെ കെട്ടിപ്പിടിക്കും. വൈകുണ്ഠത്തിൻ്റെ ആദ്യത്തെ വാതിൽ കാണുമ്പോൾ അതിൻ്റെ തേജസ് കണ്ടിട്ട് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. 6 പടി ആജ്ഞ കടന്നു. ആജ്ഞ കടന്നാൽ പിന്നെ വൈകുണ്ഠത്തിൻ്റെ വഴിയാ. ആണ് 6 ഗേറ്റാണ് വൈകുണ്ഠത്തിന്. ഈ 6ാം ഗേറ്റ് കഴിയുമ്പോഴാണ് ജയനും വിജയനും കാവൽ നിൽക്കുന്നത്. സനകാദികൾ അവിടേക്ക് എത്തുമ്പോൾ ജയനും വിജയനും പറയണേ, തുണി ഉടുക്കാണ്ട വന്നിരിക്കണോ പോക്ക് പുറത്തേക്ക്. അപ്പൊ അവര് ചോദിക്കുകയാണ്, ഇവിടെ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് ഭേദഭാവോ? 6 ചക്രം ഭേദിച്ചിരിക്കുമ്പോഴും യോഗിക്ക് അറ്റാച്ച്മെന്റ്, മമതയും അഹങ്കാരവും ഉണ്ടെങ്കിൽ അവരവിടെ നിൽക്കാൻ യോഗ്യരല്ല. അവർ പോയി ജനിച്ചു വരണം. അതുകൊണ്ട് മമത ഹിരണ്യാക്ഷനും അഹങ്കാരം ഹിരണ്യകശിപുവായിട്ട് ജനിക്കും. ജീവിതത്തിൽ കളയേണ്ട 2 സാധനം അറ്റാച്ച്മെന്റും അഹങ്കാരവുമാണ്. അറ്റാച്ച്മെന്റിന് ചെകിട് നോക്കി ഒരു അടി കിട്ടിയാൽ പോവും. മക്കളെ അലാളിച്ച് വളർത്തി മക്കൾ ചെകിട് നോക്കി നമുക്കൊന്ന് തന്നാൽ ആ അറ്റാച്ച്മെന്റ് അവിടെ പോയി. അഹങ്കാരം അങ്ങനെ പോവില്ല. അതിനെ രാത്രിയും പകലും കൊല്ലാൻ പറ്റില്ല. വീടിന്റെ അകത്തും പുറത്തും അഹങ്കാരം മരിക്കില്ല. ആകാശത്തും ഭൂമിയിലും മരിക്കില്ല. ഒരായുധം കൊണ്ടും മരിക്കില്ല. ഒരു ബ്രഹ്മസൃഷ്ടി കൊണ്ടും അഹങ്കാരം മരിക്കില്ല. അതിന് കുണ്ഡലിനി തന്നെ ഉണരണം. ആ വിദ്യയാണ് നരസിംഹം. അത് എവിടുന്നാ വരണത്? തൂണ് തകർത്തിട്ടാ. എന്താ സ്തംഭം? പൃഥ്വി തത്വമാണ്. മൂലാധാര ചക്ര. മൂലാധാര ചക്രം ഭേദിച്ച് കുണ്ഡലിനി ഉയർത്തുമ്പോൾ അതിന് സിംഹാകൃതിയാണ്. അത് വധിക്കണത് ഉമ്മറപ്പടിയിൽ ഇട്ടിട്ടാ, ആജ്ഞാചക്രത്തിൽ ഇട്ടിട്ടാണ് കൊല്ലണത്. അവിടെയാണ് അഹങ്കാരം തകരണം. ഇവിടെ തകർത്താലേ ഇവിടേക്കുള്ള വഴി തുറക്കുള്ളൂ. സഹസ്രാരത്തിലേക്ക് ഇത് ശുദ്ധ യോഗവിദ്യയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കയറിയിട്ടു എന്നുള്ളൂ. ഇന്ന് വൈകുന്നേരത്തെ കഥയാണ് വരാഹം, നാളെ വൈകുന്നേരമാണ് നരസിംഹം. ആ യാത്രയാണ് ഈ പോണത്. അപ്പൊ ഭൂമൻ എന്ന് വിളിക്കണമെങ്കിൽ ഈ അനുഭവം വന്നവനെ ഭൂമൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഭട്ടതിരിക്ക് അത് പൂർവ്വജന്മത്തിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. അർജുനൻ വിളിച്ച പോലെ വിളിക്കുന്നത്. അർജുനൻ ഭൂമാവേ എന്നാ വിളിച്ചത്. ഭഗവാന്റെ കൈ വിടാതെ പിടിച്ചിട്ട് ഭയന്ന് വിറച്ചിട്ടാണ് വൈകുണ്ഠത്തിന്റെ ഓരോ കവാടവും അർജുനൻ കടക്കണത്. സാധകം ഭഗവാന്റെ കൈ പിടിച്ചാൽ തന്നെ വൈകുണ്ഠ കവാടങ്ങൾ കടക്കുള്ളൂ.
അതുകൊണ്ട് ശ്ലോകത്തിന്റെ കാതലായിട്ടുള്ള ചോദ്യം വേദാന്തത്തിന്റെ കണ്ണിൽ തന്നെ കസ്മാത് ന നിഷ്കലത്വം സകല ഇതി വച. പിന്നെ എന്തിനാണ് വേദങ്ങൾ അങ്ങേ നിർഗുണനാണെന്നും സഗുണനാണെന്നും വിളിച്ചിരിക്കണമെന്നാണ് ചോദിക്കണത്. അങ്ങേ ഇത് രണ്ടും വിളിച്ചിട്ടുണ്ടല്ലോ. അങ്ങ് വിശ്വവ്യാപിയായിട്ടുള്ളവരാണ്, ഭൂമനാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണെങ്കിൽ പിന്നെ ഈ ചോദ്യത്തിന്റെ അർത്ഥം എന്താ? അങ്ങേക്ക് ഗുണവുമില്ല, എന്നാ ഗുണമുണ്ട് എന്നും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ള ചോദ്യം വരണം. ത്വത്കലാസു ഏവ, അങ്ങയുടെ വെളിപ്പെടലുകൾ, മാനിഫെസ്റ്റേഷൻസ്, അവതാരങ്ങൾ, അത് നമ്മൾ കരുതുന്ന അവതാരമല്ല, നമ്മളൊക്കെ ഭഗവാന്റെ മാനിഫെസ്റ്റേഷനാണ്. ഒരു പുൽക്കൊടി, ഒരു ബാക്ടീരിയ, ഒരു ഉറുമ്പ്, നമ്മൾ എല്ലാം ആ ഭഗവാന്റെ തന്നെ ശരീരം പുറമേക്ക് പ്രകാശിപ്പിക്കപ്പെട്ട വെളിപ്പെട്ടതാണെന്നാണ് പറയണത്. അതുകൊണ്ടാണ് ഭഗവാന് രൂപമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം അതിനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഭാഗങ്ങൾ എന്ന് പറയണത്. ബ്രഹ്മം ഒരിക്കലും വിഭജിക്കപ്പെടുന്നില്ല, അതിനെ പല കഷ്ണാക്കാൻ പറ്റില്ല. ഭക്തന്റെ ധാരണയ്ക്കും സ്നേഹത്തിനും വേണ്ടിയിട്ട് മാത്രമാണ് ഭഗവാൻ ഒരു രൂപമെടുക്കുന്നത്. യശോദയ്ക്ക് വേണ്ടിയിട്ടൊരു കൊച്ചുകുട്ടിയായിട്ട് 11 വയസ്സ് വരെ ഒപ്പം നടന്നു. യശോദയ്ക്ക് വേണ്ടിയിട്ടാ, അദ്ദേഹത്തിന് ഒരാവശ്യമില്ല. പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്ന ഉദരൻ അല്ലേ, പ്രപഞ്ചത്തെ ഉദരത്തി വഹിക്കുന്ന അവന്റെ വയറിനെ ചേർത്ത് കെട്ടാൻ അമ്മയ്ക്ക് സഹായിക്കാൻ വേണ്ടി അന്ന് ആ പാവം കുറേ കഷ്ടപ്പെടുന്നു. കൂട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കയറിന്റെ നീളം കുറച്ചു കൊടുത്തു അല്ലേ. അത് സാധിപ്പിച്ചത് എങ്ങനെയാ? നമ്മളോടുള്ള അപാര കരുണ കൊണ്ടാണ് അല്ലേ. നമ്മൾ അപാര കരുണ അപാര കരുണ അപാര കരുണ നമ്മൾ എന്ത് പറയണത്? ഇതിന്റെ കാരണം അതാണ്. അദ്ദേഹത്തിന് ഇതൊന്നും ചെയ്തു തരേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ വിചാരം നമ്മൾ എന്തൊക്കെയോ ഭഗവാന് വേണ്ടി ചെയ്യണമെന്ന്. ഞാൻ അമ്പലത്തിൽ ഭഗവാന് വേണ്ടി അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റേത് ചെയ്തു, എന്തൊക്കെയാ പറയാ അല്ലേ. ഈ ശരീരം പോലും ഉണ്ടാക്കിയിട്ടുള്ള ഈ പഞ്ചഭൂതങ്ങൾ ആരുടെ സ്വത്താ? ആ ഭഗവാന്റെ സ്വത്താണ്. നമ്മൾ പിച്ചക്കാരുടെ സ്ഥാനം പോലും നമുക്കില്ല, അതുപോലും നമുക്കില്ല. എന്നിട്ടോ ധാർഷ്ട്യത്തിന് വല്ല കുറവുണ്ടോ? ഒരു കുറവുമില്ല. ഡൊണേറ്റഡ് ബൈ എന്ന് എഴുതി വെക്കും ഒരു പലക, എന്നിട്ട് അതിൽ ചവിട്ടി നടക്കും. ഇതല്ലേ ചെയ്യണം. അപ്പോൾ ബ്രഹ്മം ഒരിക്കലും വിഭജിക്കപ്പെടുന്നില്ല. ഭക്തന്റെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും സ്നേഹത്തിനും വേണ്ടിയിട്ട് ഭാഷ കൊണ്ടാണ് അത്ര ഭഗവാൻ വിഭജിക്കണം. വാക്കുകളെ കൊണ്ട് വിഭജിക്കണം. ഇന്ന പേര് കൊടുത്തിട്ട് ഇത് അത് 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 ഉണ്ണി, പാർത്ഥസാരഥി, ഇതൊക്കെ പേരുകളാ, വാക്കുകളാ, വിഭജിച്ചിരിക്കണം. രൂപം ഒരിക്കലും ഭഗവാന്റെ അനന്തതയെ തകർക്കണില്ല. ഗുരുവായൂരപ്പൻ ഒരു വിഗ്രഹമായിട്ട് അവിടെ നിന്നു എന്നുള്ളതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അനന്തത ഇല്ലാണ്ടാവുന്നില്ല. നമ്മളാണത് മറക്കണത്. നമ്മുടെ കുഴപ്പമാണ്, ഭഗവാന്റെ കുഴപ്പമല്ല. മന്ത്രം അനവധിയുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇതിൽ ചില അക്ഷരങ്ങൾ വെറുതെ ആനന്ദഭാവം ഉണ്ടാക്കും. ലാ സാ ത, ഈ അക്ഷരങ്ങൾ ആനന്ദഭാവം ഉണ്ടാക്കുന്നതാണ്. അതേമാതിരി ന ക മ ല, കമല എന്നുള്ള ശബ്ദം, കമലാമന്ത്രം മഹാലക്ഷ്മിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മന്ത്രത്തിൻ്റെ ബീജാക്ഷരങ്ങൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അത് ചെയ്യുന്ന എന്താ വെച്ചാൽ യഥാർത്ഥ മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ശാന്തതയാണ്. ശ്വാസം സാവധാനമാക്കിയിട്ട് ശാന്തത ഉണ്ടാക്കി തരും ഈ ശ്ലോകം. അങ്ങനെ ഒരു കഴിവ് ഇതിനുണ്ട്. കടുംപിടുത്തങ്ങൾ മാറും, വരട്ടുവാദം പോവും, വേണ്ടാത്ത ലോജിക്ക് പറയുക, എന്തിനും കുറുക്ക് ചോദ്യം ചോദിക്കുക, തർക്കുത്തരം പറയുക, ഇതൊക്കെ മാറ്റിത്തരും ഈ ശ്ലോകത്തിൻ്റെ ഉപാസന. സാധനയിൽ നല്ല ഉൾക്കാഴ്ച തരും. രൂപം ഉള്ളവനാണോ ഇല്ലാത്തവനാണോ എന്നൊന്നും തമ്മിൽ തല്ലണ്ട. ആഴവും ഉപരിതലവും തമ്മിൽ മാറ്റമുണ്ട് എന്ന് തോന്നുമ്പോഴാണ് ഈ ചോദ്യം വരണം. കടലിൻ്റെ മോൾവശം നോക്കിയിട്ട് നമ്മൾ കടൽ അതാണെന്ന് വിചാരിക്കും. കടലിൻ്റെ അടിയിൽ പോയാലേ കടൽ എന്താണെന്ന് അറിയുള്ളൂ. ഇത് തിരിച്ചറിയാത്തതിൻ്റെ പ്രശ്നമാണ്. രൂപമുണ്ടോ രൂപമില്ലയോ. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉള്ളത് രൂപം, ആഴത്തിൽ പോയി നോക്കിയാൽ രൂപമില്ല. അത്രേ ഉള്ളൂ. ഇങ്ങനെ മനസ്സിലാക്കാൻ പഠിപ്പിച്ചു തരുന്നു. മൗനം സംഗീതം കൊണ്ടില്ലാണ്ടാവണില്ല. അനന്തത തിരമാലകളെ കൊണ്ട് നഷ്ടപ്പെടുന്നില്ല. ബ്രഹ്മം സൗന്ദര്യം കൊണ്ടും വിഭജിക്കപ്പെടുന്നില്ല. എറ്റേണിറ്റി എന്നുള്ളത് എപ്പോഴും അവിടെയുണ്ട്. എത്ര ബഹളം ഉണ്ടായാലും ആ ബഹളം നിൽക്കുന്നത് സൈലൻസിലാണ് അല്ലേ. എത്ര സംഗീതം നടന്നാലും ഭജന നടന്നാലും അവിടെയും സൈലൻസിലാണ്. അതല്ലേ നമ്മൾ അവസാനം പാണ്ഡുരംഗ 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 അവർ അവസാനം പോകുമ്പോൾ അങ്ങനെ ലയത്തിൽ പോവും അല്ലേ. അത് മൂളി 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 ഓംകാരത്തിൽ പോയി സൈലൻ്റായി പോകും. ലയം കിട്ടും അറിയാം, സൈലൻ്റാ, ഒന്നും കേൾക്കില്ല പിന്നെ. അതുകൊണ്ട് ആ സൈലൻസ് അവിടെ തന്നെയുണ്ട്, അതെവിടെയും പോയിട്ടില്ല. പുറത്ത് ഇവിടെ ഡോലക്ക് തകർക്കുണ്ടാവും, തുള്ളിച്ചാടുണ്ടാവും, അഭിനയം നടക്കുന്നുണ്ടാവും, എല്ലാം നടക്കുന്നുണ്ടാവും. പക്ഷെ അകത്ത് ശാന്തമായിട്ട് മാറും. ഈ സൈക്കിള്
നടന്നുകൊണ്ട് കുമാരനാശാൻ പറഞ്ഞിട്ട് ഭാവത്തിൻ്റെ പരകോടിയിൽ സ്വയം അഭാവത്തിൻ സ്വഭാവം വരാമെന്ന് ആശാൻ എഴുതിയതാ പണ്ട്. ഭാവം പരകോടിയാവുമ്പോൾ അതില്ലാത്ത അവസ്ഥയായിട്ട് മാറുന്നു. അത് സത്യമാണ്. അപ്പോൾ ആ സത്യാവസ്ഥയാണ് ബ്രഹ്മം. ആ അറിവിൽ വിശ്രമിക്കാൻ ആണ് ഭട്ടതിരി പറയണത്. ആ മണ്ണിൽ നിൽക്കാൻ, ആ ഭഗവാന്റെ ആ പാദത്തിൽ പോയി നിൽക്കാനായിട്ട് നമ്മളോട് പറയണം. നാരായണീയത്തിൻ്റെ 5-ാമത്തെ ശ്ലോകം സൃഷ്ടിയുടെ വളരെ സൂക്ഷ്മമായിട്ടുള്ള തലങ്ങളിലേക്ക് വിരൽ ചൂണ്ടും. ഞാൻ അതിൻ്റെ അഗാധതയിലേക്ക് അധികം പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ കട്ടിയാണ്. കാരണം പുരാണത്തിനെ എടുത്തിട്ട് വ്യാഖ്യാനിച്ചാണ്. പുരാണ ലക്ഷണങ്ങളിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൃഷ്ടിയെ വർണ്ണിക്കുക എന്നുള്ളത്. എങ്ങനെ ഈ സൃഷ്ടികൾ ഉണ്ടായി, അതിൻ്റെ തത്വം എന്ത്, ഇതൊക്കെ കുറച്ച് ഹെവിയാണ്. ഭാഗവതമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയമെടുത്ത് നല്ല രസമായിട്ട് പറയാം. പണ്ട് പറഞ്ഞു വെച്ചത് യൂട്യൂബ് കിടപ്പുണ്ട്. 10-12 ദിവസം എടുത്ത് പറഞ്ഞത് കിടപ്പുണ്ട്. എന്താണ് സൃഷ്ടി, അതിൽ തത്വങ്ങൾ എന്താണ്, വേദാന്തം, സാഖ്യം, ഭാഗവതത്തിൻ്റെ തന്നെ സ്വന്തം തത്വശാസ്ത്രം, ഇതൊക്കെ കൂടെ ഒന്നിച്ചു കൊണ്ടുവന്നിട്ടാണ് ഭട്ടതിരി ഇവിടെ ഈ ബ്രഹ്മം എങ്ങനെ സൃഷ്ടിയായിട്ട് പരിണമിച്ചു എന്ന് പഠിപ്പിക്കണം. ഒറ്റ കാര്യം മാത്രം പറയാം. മറ്റു മതങ്ങൾ പറയും ഒരു ദൈവം ഉണ്ടായിരുന്നു, ആ ദൈവം ഒരു സ്ഥലത്തിരുന്നു, അങ്ങനെ ഇരുന്നിട്ട് ഈ ലോകത്തിനെ സൃഷ്ടിച്ചു എന്ന്. സനാതനധർമ്മം പറയും ബ്രഹ്മം ഒന്നേ ഉള്ളൂ, ആ ബ്രഹ്മം തന്നെ ഈ സൃഷ്ടിയായി മാറി എന്ന്. വ്യത്യാസമുണ്ട്. ഒന്നിൽ ക്രിയേറ്ററുണ്ട്, മറ്റേതിൽ ക്രിയേറ്റർ ഇല്ല. അതായി മാറിയതാണ്. ഈ പ്രോസസ്സ് ഫാസ്റ്റാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ക്രിയേറ്ററുടെ സ്വഭാവമുള്ള ഒരാളെ ഉണ്ടാക്കി താൻ തന്നെ ബ്രഹ്മാവായി പരിണമിച്ചു എന്ന് മാത്രം. സൃഷ്ടി ഭഗവാൻ തന്നെയാണ്. അതാണ് വിഷ്ണു സഹസ്രനാമം നമ്മളെ പഠിപ്പിക്കുന്നത്. ദിവസം രാവിലെ നമ്മൾ ചെല്ലുന്നുണ്ട് ഓം വിശ്വം. പിന്നെ അവിടുന്ന് അതിലേക്ക് വ്യാപിച്ചു വിഷ്ണുഹു, പ്രവർത്തിച്ചു വഷട്കാരഹ. അതാണ് യജ്ഞശബ്ദം കൊടുത്തിരിക്കുന്നത്. എന്ത് ഭൂതങ്ങളായി ഭൂതഭവ്യ ഭവത് പ്രഭു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പ്രപഞ്ച സൃഷ്ടി സ്ഥിതി സംഹാരം മുഴുവൻ, ആ സൈക്കിൾ മുഴുവൻ സഹസ്രനാമത്തിൽ കാണാം. അതുകൊണ്ടാണ് അവസാനിക്കുമ്പോൾ സർവപ്രഹരണായുധ എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുകയും ചെയ്യണം. അത്ര ബ്യൂട്ടിഫുള്ളാണ് വിഷ്ണു സഹസ്രനാമം എടുത്തു കഴിഞ്ഞാൽ. ഈ സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ, തിരോഭാവത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ പറയില്ലേ പഞ്ചകൃത്യപരായണാന്ന്. ആ പഞ്ചകൃത്യപരായണം എന്താന്നുള്ളതിൻ്റെ വ്യാഖ്യാനമാണ് വിഷ്ണു സഹസ്രനാമം മുഴുവൻ. ശരിക്കും ഇതൊക്കെ അന്യോന്യം ബന്ധപ്പെട്ട് കിടക്കണതാണ്. ഒന്നും വെവ്വേറെ ഓരോ ഐലൻഡായിട്ട് നിൽക്കുകയല്ല. അത് വേറെ, ഞങ്ങൾ ഇത് ഈ രീതി വേറെ, ഒക്കെ ഒറ്റ ഒന്ന്, ഒരേ സത്യം, ഒരേ സത്യം, ഒരേ സത്യം, ഒരു മാറ്റവും. അപ്പം ഇവിടെ പറയുക ബ്രഹ്മത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിഷ്ക്രിയത്വമോ അതേമാതിരി സ്വാതന്ത്ര്യമോ. ബ്രഹ്മം ഒന്നും ചെയ്യുന്നില്ല. ബ്രഹ്മമാണെങ്കിൽ ഏറ്റവും സ്വതന്ത്രമാണ്. അതിനെ ആരും കെട്ടിയിടുന്നില്ല. അതിന് യാതൊരുവിധ കുഴപ്പവും വരാണ്ട്. നമ്മൾ പറയില്ലേ കാര്യം എൻ്റെ സമാധാനം കെടുത്താണ്ട് നീ എന്താച്ചാ ചെയ്തോ എന്ന് നമ്മൾ ചിലരോട് പറയും. അതുമാതിരി ബ്രഹ്മം ചെയ്തതാത്രേ. തൻ്റെ സ്വന്തം സ്വാതന്ത്ര്യമോ ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന അവസ്ഥയ്ക്കോ ഒരു കോട്ടവും വരുത്താതെ ഈ പ്രപഞ്ചം എങ്ങനെ ഉദിക്കണു. കാരണം പ്രപഞ്ചം ഉദിച്ചാൽ അവിടെ അല ഉണ്ടാവണ്ടേ, ബ്രഹ്മം ഡിസ്റ്റർബ്ഡ് ആവണ്ടേ. അത് ഉണ്ടാവണില്ലല്ലോ. അതെങ്ങനെ ഉദിച്ചത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഭട്ടതിരി ഇതിൻ്റെ അകത്ത് വിസ്തരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഉയർന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ ഒരു ഹെവിനെസ്സിലേക്ക് പോകുന്നില്ല. അതിൻ്റെ രസം ശാന്തമാണ്. സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ പ്രപഞ്ചത്തിൻ്റെ അശുദ്ധിയിലേക്ക് ഇറങ്ങി വരികയല്ല ചെയ്യണത്. മറിച്ച് തൻ്റെ പരിശുദ്ധിയിൽ കൂടെ പ്രപഞ്ചത്തിനെ അരിച്ചെടുക്കുകയാണ്, ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ് ഭഗവാൻ ചെയ്യണതെന്ന് ഭക്തൻ തിരിച്ചറിയും. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ചിലർ പറയും എന്തിനാ ഭഗവാൻ ഇത്രയും വൃത്തികെട്ടൊരു ലോകം ഉണ്ടാക്കി വെച്ചത്, എല്ലാവരുടെയും പ്രശ്നമാണ്, എല്ലാവരുടെയും. അത് നെഗറ്റീവ് മാത്രം കണ്ണോടാ. ദുഃഖം അനുഭവിക്കുന്നവൻ എത്രമാത്രം ഈശ്വരനിൽ കൂടെ കടന്നുപോയി ആ ദുഃഖത്തെ അതിക്രമിക്കണമെന്ന് കാണാൻ സാധിക്കണ ഒരു കണ്ണ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ലോകത്തിൽ മുഴുവൻ അത്ഭുത. കാരണം എല്ലാവർക്കും ദുഃഖമുണ്ട്. ആ ദുഃഖത്തിനെ അവരെങ്ങനെ അതിജീവിക്കണമെന്ന് കാണാം. അതെന്താ ആരും ചെയ്യാത്തത്? നമ്മൾ നെഗറ്റീവ് മാത്രം പറഞ്ഞു ഭഗവാനെ ലോകം മുഴുവൻ ദുഃഖം, അവിടെ വെടിവെപ്പ്, ഇവിടെ കൊള്ളിവെപ്പ്, ആ പ്രശ്നം, ഈ പ്രശ്നം. ഇതിനെ ഈശ്വരൻ്റെ കാഴ്ചപ്പാട് കൂടെ കാണാൻ പഠിപ്പിക്കലാണ് ഭക്തിയുടെ വിദ്യ. അത് വളരെ വിശാലമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അവനവൻ്റെ സ്വന്തം ജീവിതത്തിൽ അനുഭവങ്ങളെ ആ കണ്ണാടി കൂടെ നോക്കി നോക്കി കണ്ടെത്തണം. അവനവൻ്റെ കാഴ്ചപ്പാടുകൾ അതിൽ രൂപപ്പെടുത്തുന്നുണ്ട്. അതിനൊരു ഒരു ടെൽ ഓൾ സൊല്യൂഷൻ ഇല്ല, ഒരു ടൈലർ മെയ്ഡ് സൊല്യൂഷനേ ഉള്ളൂ. അവനവനുള്ളത് നമ്മുടെ വസ്ത്രം നമുക്ക് പാകപ്പെട്ടത് ധരിക്കുന്നത് പോലെ പാകപ്പെടുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. വൈകുണ്ഠം എന്ന് പറയണത്, അതായത്
സൃഷ്ടി എങ്ങനെയാണ് ഉണ്ടാവുന്നത് ചോദിക്കുമ്പോൾ ബോധം സൃഷ്ടി ചെയ്യുകയല്ല ചെയ്യണത്. വൈകുണ്ഠം എന്ന് പറയണത് ഒരു അവസാനം കിട്ടണ ഒരു പ്രതിഫലമല്ല. നീ കുറേ കാലം നാമം ജപിച്ചു, അമ്പലത്തിൽ പോയി പുണ്യകർമ്മങ്ങൾ ചെയ്തു, നിനക്ക് വൈകുണ്ഠപ്രാപ്തി. എന്താ ചെയ്യുക? അങ്ങനെയാണ് പുരാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ആചാര്യന്മാർ കാലാകാലം ആ രീതിക്കാണ് പഠിപ്പിച്ചത്. അവരെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അവർ നമ്മൾ അങ്ങനെയെങ്കിലും ഒന്ന് നല്ല വഴിക്ക് വരട്ടെ പറഞ്ഞിട്ട് ഒരു പ്രോത്സാഹനം ചെയ്തതാണ്. പക്ഷെ അതാണ് എന്ന് വിചാരിച്ചു നമ്മൾ. അവിടെയാണ് അപകടം പറ്റിയത്. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി എല്ലാ സംശയങ്ങളും അവസാനിക്കണ അവസ്ഥയാണ്. അത് ഇപ്പോൾ ഇവിടെ കിട്ടേണ്ടതാണ്, അത് വേറൊരു സ്ഥലത്ത് പോയിട്ട് കിട്ടേണ്ടതല്ല. ശുദ്ധമായിട്ടുള്ള സത്വഗുണം നിലനിൽക്കണ സ്വാഭാവികമായിട്ടുള്ള ഏതൊരു സ്ഥലമുണ്ടോ അതൊക്കെ വൈകുണ്ഠം. അതുകൊണ്ടാണ് ഗുരുവായൂരിനെ ഭൂലോക വൈകുണ്ഠം എന്ന് വിളിക്കുന്നത്. അവിടെ ശുദ്ധസത്വഭാവത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. സൃഷ്ടി ഒരിക്കലും അദ്വൈതത്തിനെതിരല്ല. അദ്വൈതം പറയണില്ല സൃഷ്ടി പാടില്ല, ബ്രഹ്മം മാത്രമേ പാടുള്ളൂ എന്ന് പറയണില്ല. കാരണം ബോധം സൃഷ്ടിക്കുന്നില്ല ഒന്നും. സൃഷ്ടിയെ ഉണ്ടാവാൻ അനുവദിച്ചു കൊടുത്തിരിക്കണം. ഉണ്ടായിക്കോ. കടൽ തിരമാല ഉണ്ടാക്കണ്ടോ? കടലുണ്ടാക്കണമല്ല തിരമാല, കാറ്റടിച്ചിട്ട് ഉണ്ടായിപ്പോണ. കടൽ അനുവദിച്ചിരിക്കുക, നീ തിരമാല ഉണ്ടാക്കിക്കോ, ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാവും. അതുപോലെ ഉണ്ടാക്കാൻ അനുവദിച്ചിരിക്കുകയാണെന്നാണ് പറയണത്. ഒരു സ്വപ്നം എങ്ങനെയാണോ മനസ്സിൽ നമ്മുടെ ഒരു അധ്വാനവും ഇല്ലാണ്ട് നമ്മൾ സ്വപ്നം കാണും. ഞാൻ ഇന്നൊരു സ്വപ്നം കാണണം എന്ന് പറഞ്ഞിട്ട് കിടന്നിട്ട് ആരും സ്വപ്നം കാണുന്നില്ല അല്ലേ? ഞെട്ടിപ്പോണ സ്വപ്നങ്ങൾ കാണും അല്ലേ? പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ ഒരു വസ്തു എഴുതാൻ പറ്റില്ല, സ്വപ്നത്തിൽ എല്ലാ ചോദ്യവും ഉത്തരവും അറിയും. ഇത്രയും വലിയൊരു ഗതികെട്ട അവസ്ഥ നമ്മളെ പോലെ അല്ലേ? അപ്പൊ സ്വപ്നത്തിൽ യാതൊരു അധ്വാനവും ഇല്ലാണ്ട് നമ്മൾ കാണുന്നത് പോലെ പ്രപഞ്ചം ബ്രഹ്മത്തിൽ ഒരധ്വാനവും ഇല്ലാണ്ട് ഉദിച്ച് ഉണ്ടായി അസ്തമിച്ചു പോണു. അപ്പൊ ബ്രഹ്മത്തിന്റെ സ്വപ്നമാണ് നമ്മളൊക്കെ. ഭഗവാനെ അങ്ങനെ എണീക്കരുത് അല്ലേ? അങ്ങനെ ഉണർന്നാൽ കഴിഞ്ഞു, ഇതൊന്നുമില്ല. അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് ഈ കാണായതൊക്കെ എന്ന് പറയണു. അതുകൊണ്ട് വൈകുണ്ഠം ലോകത്തിൻ്റെ അപ്പുറത്തുള്ളൊരു സ്ഥലമല്ല, ബ്രഹ്മം ഒരു തടസ്സവുമില്ലാണ്ട് പ്രകാശിക്കണ തത്താവദ്ഭാതി നിർഭാസ്യമാനം ആയിരിക്കണ സ്ഥലമാണ് വൈകുണ്ഠം എന്ന് നമുക്ക് ഈ ശ്ലോകത്തിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് അവസാനം സത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചിരിക്കുന്നത് ആ കാരണം കൊണ്ടാണ്. മന്ത്രങ്ങൾ ഒരുപാടുണ്ട് ഇതിൽ, മന്ത്രശാസ്ത്രങ്ങളുണ്ട്. നമുക്ക് ഈ കർത്തൃത്വ ഭാവം മാറാൻ, ഞാനാണ് അത് ചെയ്തത് എന്നുള്ള ഭാവം മാറാൻ ഇത് ജപിക്കുന്നത് വളരെ നല്ലതാണ്. സാധന ചെയ്യുന്ന ആൾക്കാർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരുപാട് കടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബോധം, സഹജബോധം തന്നെ ഓരോന്നിനും വേണ്ടത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ കിടന്ന് കടുംപിടുത്തം പിടിക്കാണ്ട് കുറച്ച് സരളമായിട്ടൊരു കാര്യത്തിൽ സമീപിച്ച് നോക്കൂ. ചിലപ്പോൾ മിണ്ടാണ്ടിരുന്നാൽ പോലും ആ കാര്യം നടക്കണ കാണാം. നമ്മൾ നടക്കുമോ എന്ന് പറഞ്ഞ് പേടിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്നും മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വെറും ഭയം മാത്രമായിരുന്നു, ഒരു പുകയായിരുന്നു, അങ്ങനെ ഒന്നും നടന്നില്ല. പേടിച്ചതൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെയും കടന്നു പോകണം കാണാം. നമ്മൾ നമ്മളെ അനുവദിക്കുന്നില്ല, സഹജമായിട്ടിരിക്കാൻ അനുവദിക്കുന്നില്ല. ആ അനുവദിക്കാനുള്ള വിദ്യ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ പാദത്തിൽ പോയിട്ടിരിക്കാൻ പറഞ്ഞത്. തന്നെ ഇരിക്കാൻ പറ്റണവൻ ഭഗവാന്റെ പാദത്തിൽ പോയിട്ടിരിക്കേണ്ട അവസ്ഥയൊന്നുമില്ല, ആവശ്യമില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കതിനെ കൊണ്ട് സാധിക്കുന്നില്ല. അതിന് നമുക്കൊരു രൂപം വേണം. ആ വിദ്യ നമ്മളെ അതുകൊണ്ട് പഠിപ്പിച്ചിരിക്കുന്നു. ഉത്കണ്ഠയിൽ കൂടെ അല്ലാണ്ട് ക്ലാരിറ്റിയിൽ കൂടെ, വ്യക്തതയിൽ കൂടെ കർമ്മം ഉണ്ടായി വരുമ്പോൾ അതൊരിക്കലും ഭാരമായിട്ട് തോന്നില്ല. നമുക്കൊരു കാര്യത്തിനെക്കുറിച്ച് A to Z അസലായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാരമുണ്ടോ? ഞാൻ വേറെ ചില സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ പോണ കാലത്ത് അവൾക്ക് ഭക്ഷണം വെക്കാൻ അറിയില്ല. ഇനി അറിഞ്ഞാൽ തന്നെ ആ വീട്ടിലുള്ളവരുടെ രുചിക്കനുസരിച്ചിട്ടായിരിക്കുമോ എന്നറിയില്ല. എന്തൊരു ഉത്കണ്ഠയായിരിക്കും. അതുകൊണ്ട് തന്നെ ചെയ്യണതൊക്കെ കൊളാവും. പക്ഷെ ഇന്ന് അതേ സ്ത്രീ അമ്മയായി, ചിലപ്പോൾ അമ്മമ്മയായി, കണ്ണ കടച്ചിട്ടാ ഉപ്പക്കിടറ്, എന്തുണ്ടാക്കിയാലും നന്നാവും. എങ്ങനെയാ അത് സംഭവിച്ചത്? വ്യക്തത വന്നു, ക്ലാരിറ്റി വന്നു. ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്, ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ക്ലാരിറ്റി വന്നിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ കർമ്മത്തിന് എഫർട്ടില്ല. എത്ര സിമ്പിൾ അല്ലേ? അതുകൊണ്ട് ലീലയായിട്ടിരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം ക്ലാരിറ്റിയോടെ ഇരിക്കുക എന്നാണ്. അതാണ് ഭഗവാൻ ലീലകൾ ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ലീല എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അവർ നടക്കല്ല. ദുഃഖത്തിനെയും എഫർട്ട്ലെസ് ആയിട്ട് ചെയ്യുന്നതാണ് ലീല. കൃഷ്ണന്റെ ജീവിതം മുഴുവൻ ദുഃഖ. ജനിച്ച മുതൽക്ക് കൊല്ലാനിട്ട് ഓടിച്ചാണ്. അതുകൊണ്ട് ദുഃഖത്തിനെ പോലും എഫർട്ട്ലെസ് ആയിട്ട് കടത്തിക്കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ജീവിതവും
ലീലയായിട്ട് ചെയ്യുക എന്നുള്ള അവസ്ഥയിലെത്തുക. ഇതിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടന്ന് കഷ്ടപ്പെടണമൊക്കെ. ആ അറിവിൽ വിശ്രമിച്ചാൽ, ഈ ബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർമ്മത്തെ ചെയ്താൽ, ബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ കർമ്മത്തെ ചെയ്താൽ, ആ അറിവിൽ വിശ്രമിക്കുക എന്നുള്ളതാണ് വൈകുണ്ഠത്തിൻ്റെ ഉമ്മറപ്പടിയിൽ നിൽക്കുന്ന അതിന് തുല്യം. അതൊരു വളരെ അനുഭവം കൊണ്ട് മാത്രം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്.